ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി പറഞ്ഞതാണ്. കൃത്യമായി പറഞ്ഞതാണ്. എം സ്വരാജ് തന്നെയാണ് VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. VS-നെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണം. ഞാൻ അന്ന് പറഞ്ഞാണല്ലോ, അതിലെന്താ സംശയം? അതുതന്നെയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അത് എം സ്വരാജ് പറഞ്ഞത് തന്നെയാണ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ ഏതോ ഒരു ചാനലിൽ അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അത് ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞാൽ എന്തോ പറഞ്ഞാൽ അതിനുശേഷം ഒരു 3-4 ദിവസം കണ്ട ഇൻ്റർവ്യൂലുണ്ട്. അതിലൊരു തർക്കമില്ല. VS-നെ ഈ ഗതിയിലാക്കിയത് പിണറായിയും കൂട്ടരാണെന്ന് ആർക്കറിയാത്തത്. അതാണല്ലോ ഇപ്പോൾ ഈ തൊഴിലാളികൾ ഈ തെണ്ടുന്നത്. അതായത് പാർട്ടി മുതലാളിത്തത്തിലേക്ക് ചായുന്നു എന്നതായിരുന്നു VS-ന്റെ ഏറ്റവും വലിയ വിഷയം. VS പറഞ്ഞ അവസ്ഥയിലെത്തിയില്ലേ? VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ആശാ വർക്കർമാർ ആ തിരുവനന്തപുരത്ത് ഈ തെണ്ടൻ്റെ ഗതികേട് ഇപ്പോഴും 8 മാസമായി. ആ പാവപ്പെട്ട സ്ത്രീകൾ ഒരു 100 രൂപ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് VS ജീവിച്ചിരിപ്പോൾ നടക്കുമോ? ജീവിച്ചിരിക്കുന്ന VS പുറത്തിറങ്ങാൻ കഴിയുമെങ്കിൽ ഈ മാർക്കറ്റ് പൊളിക്കുമോ? അതിൻ്റെ ധൈര്യം ഉണ്ടാവുമോ പിണറായിക്ക്? അപ്പം VS അന്ന് പറഞ്ഞത് അതാണ്. ഇത് മുഴുവൻ മുതലാളിമാരുടെ ആലയിൽ കൊണ്ട് പോയി ചാരുകയാണ് പാർട്ടി. പാർട്ടിക്ക് നയവ്യതിയാനം വന്നിരിക്കുന്നു, അത് തിരുത്തണം എന്നാ VS പറഞ്ഞത്. അത് തന്നെ ഇപ്പം നടക്കുന്നത്. വളരെ സുഖമായി, ചോദിക്കാനും പറയാൻ ആളില്ല. ഈ ജാതി പ്രതിപക്ഷവും ചായ വണ്ടിപ്പരിപ്പും കുടിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് സലാം അടിച്ച് മുഖ്യമന്ത്രിക്ക് സലാം അടിച്ച് പോകുന്ന പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാകുമോ? എന്താ ചെയ്തുകൂടാത്തത്? അത് തുടരും. ജനങ്ങൾ അനുഭവിക്കുക, അല്ല വേറെ ഒരു മാർഗവുമില്ല.